അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്, പക്ഷേ ഇത് ഞാൻ വെച്ചാൽ ലെഫ്റ്റ് ഓവർ വെച്ചിട്ടുള്ള നമ്മളെ പൊന്നിയരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് പനീറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ പനീർ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ സൺഫ്ലവർ ഓയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ പനീർ ഇതേപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാലൻസ് എണ്ണയുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ, ആവശ്യത്തിന് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഇത്രയും ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യമേ സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം എല്ലാം വഴറ്റിയെടുക്കാൻ കേട്ടോ. ചൈനീസ് എല്ലാം സാധാരണ ഹൈ ഫ്ലെയിമിലാണ് വഴറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സവാള ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നു. ഇത് ഒരുപാട് വേവ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഈ ക്യാരറ്റ് ഒന്നും ജസ്റ്റ് കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റും ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഈ സമയത്ത് നമുക്ക് ആ ഉപ്പും കൂടി ഇടണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു നന്നായിട്ട് ഒന്ന് പകുതി ഒന്ന് വഴണ്ട് വരുന്ന കാണുമ്പോൾ ഇതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ക്യാബേജ് ഇട്ട് കൊടുത്തു. ക്യാബേജും മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം എന്താ പറയുക പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ വലിയ അരി ചോറല്ല, നമ്മുടെ പൊന്നിയരി ചോറാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പം 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത് ഓപ്ഷനിലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കൊന്നും വേണ്ട. ഇതിനകത്ത് തന്നെ ചോറ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചോറ് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഏറ്റവും സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചോറ് ലെഫ്റ്റ് ഓവറായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പം ഞാൻ പൊന്നിയരി ഓരോരോ തവിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഫുൾ ചോറിനകത്തും ഈ വെജിറ്റബിൾസ് എല്ലാം പിടിക്കണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടല്ലല്ലോ വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ചോറ് കഴിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് നമുക്ക് മുട്ട വേണമെങ്കിൽ ചിക്കി ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.